ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ഒരവസ്ഥയിൽ കൂടി ഈ തന്ത്രിമാർ കടക്കും എന്ന് യാതൊരു ധാരണയുമില്ല. കേരളത്തിലെ പാരമ്പര്യ തന്ത്രിമാരുടെ ഏക കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് അഖില കേരള തന്ത്രി സമാജം വല്ലാതെ ദുഃഖ അവസ്ഥയിലാണ്. സത്യത്തിൽ ആർക്കും ശരിയായി എന്തൊക്കെ പറയണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു രംഗം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ഒട്ടും തന്നെ വിചാരമില്ലാത്തതുകൊണ്ട് സത്യത്തിൽ ഒരു പരിഭ്രമം തന്നെയുണ്ട്. പക്ഷേ പരിഭ്രമിച്ചിരുന്നാൽ ഇപ്പോഴത്തെ കാലത്ത് യാതൊരു തരത്തിലും നമുക്ക് സ്ഥാനമില്ല എന്നുള്ള ഒരു ധാരണ വന്നതുകൊണ്ടും സമാജത്തിൻ്റെ മുഴുവൻ അംഗങ്ങളെയും അല്ലെങ്കിൽ സംസ്ഥാന സമിതി അംഗങ്ങളെയും ബന്ധപ്പെടുകയും തമ്മിൽ സംസാരിക്കുകയും ചെയ്തതനുസരിച്ചും കൂടാതെ ഇന്നലത്തെ അറസ്റ്റ് അതിൻ്റെ റിപ്പോർട്ട് മുതലായതൊക്കെ വിലയിരുത്തുകയും ഒക്കെ ചെയ്ത സ്ഥിതിയിൽ ഈ അറസ്റ്റ് തീർത്തും ഒഴിവാക്കാവുന്നതായിരുന്നു എന്നാണ് നിയമവിദഗ്ധരുടെ ഉപദേശം പോലും. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആശങ്കാകുലരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് ഈ മറ്റ് രാഷ്ട്രീയ മേഖലകളിലോ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളിലോ ഒന്നും തന്നെ യാതൊരു പിടിപാടും ഇല്ലാത്ത ഒരു വർഗം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇരിക്കുകയാണ്. ആ റിപ്പോർട്ടും പ്രകാരം യാതൊരു വിധത്തിലും അറസ്റ്റ് എന്നുള്ളതും അതുപോലെ തന്നെ ഇതുപോലെ ഒരു കോടതി അല്ലെങ്കിൽ ജയിൽ മുതലായ കാര്യങ്ങളിലെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. വളരെ സങ്കടമുണ്ട്. അദ്ദേഹത്തെ ഇതിൽ പെടുത്തിയതാണെന്ന് കരുതുന്നുണ്ട്. അതായത് ഈ അറസ്റ്റ് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ അദ്ദേഹം അറസ്റ്റിന് യോഗ്യനല്ലാത്ത ഒരാൾ എന്നൊരർത്ഥം കൂടി ഉണ്ടല്ലോ. അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വാസം. പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുകയാണ്. നമുക്ക് കുറ്റപ്പെടുത്താനുള്ള ഒരു നമുക്കങ്ങനെ ഒരു ചിന്ത തന്നെ ഞങ്ങൾക്കില്ല. പക്ഷേ ഈ അവസരം വന്നത് കണ്ടു നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു താല്പര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. തന്നെയല്ല, ഈ മിനിഞ്ഞാന്ന് ഒരു പേപ്പർ റിപ്പോർട്ട് കണ്ടിരുന്നു. SIT തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ക്ലീൻ ചിറ്റ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്ത്രി കസ്റ്റഡിയിലാണെന്ന് കേൾക്കേണ്ടി വന്നപ്പോഴാണ് ഞെട്ടൽ കൂടുതലായത്. സത്യത്തിൽ പത്രവാർത്തയാണെന്നാണ് പറയുന്നത്. ഒരു പത്രവാർത്തയാണ്, ഒരു പത്രക്കുറിപ്പ് അത്രയോ കണ്ടിട്ട് ആയിരിക്കാം. നമുക്ക് പത്രങ്ങളിൽ കൂടിയുള്ള വിവരങ്ങളല്ലാതെ മറ്റൊന്നും തന്നെയില്ല. അല്ല, ഇതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും ഈ ഇത്രയും വലിയൊരു കളവ് അവിടെ നടന്നിട്ട് തന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു അസ്വാഭാവികതയില്ലേ? തന്ത്രി അല്ല, സാധാരണ ആളുകൾ അറിയുന്ന പോലെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, അതെന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ചോദ്യം. ഒരു വിളക്ക് അല്ല, എന്താ പറയുക, ശ്രീകോവിൽ തുറന്നിരിക്കുന്ന സമയത്താണ് അരമണിക്കൂറോളം എന്തോ ഒരു ഭക്തരെ മാറ്റി നിർത്തിയാണ് ഈ കട്ടളപ്പാളികളൊക്കെ അഴിച്ച് എന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ തന്ത്രി മാത്രമല്ല, അവിടെ നിൽക്കുന്ന ജനങ്ങൾ, അവിടെ നിൽക്കുന്ന മറ്റ് വ്യക്തികൾ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഈ നമ്മുടെ ദേവസ്വത്തിൻ്റെ ഭരണാധികാരികൾ, ഇവരൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടാണ്. തന്നെയല്ല, ഈ അനുജ്ഞ എന്ന് പറയുന്ന കർമ്മം ഒരിക്കലും എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അനുജ്ഞയല്ല. അതിന് തീർച്ചയായിട്ടും എഴുതി കൊടുക്കലുമല്ല, ദേവൻ്റെ അനുജ്ഞ വാങ്ങിക്കുകയാണ് വേണ്ടത്. ആ ദേവൻ്റെ അനുജ്ഞ വാങ്ങിക്കുന്നതിന് ഒരു എന്താ പറയുക, ഒരു പദ്ധതിയുണ്ട്. ഒന്നുകിൽ പൂജ, വെറും ഒരു പൂജ കഴിക്കുക. അത് ആ നിൽപ്പനുസരിച്ച്, ക്ഷേത്രത്തിൻ്റെ നിൽപ്പനുസരിച്ചാണ് ആ പദ്ധതി നടപ്പാക്കുന്നത്. അത് തന്ത്രിയുടെ വിവേചനാധികാരവുമാണ്. അപ്പോൾ ചില താല്പര്യങ്ങളുണ്ടെന്ന് പറയും. താല്പര്യങ്ങൾ ആരുടെ താല്പര്യങ്ങളാണ്? സർക്കാരിൻ്റെ താല്പര്യങ്ങളാണോ? അത് നമ്മൾ പറയുന്നില്ല. കാരണം സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അവിടെ താല്പര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്നല്ലാതെ ഏത് താല്പര്യം എന്നുള്ളത് പറയാൻ നമ്മൾ തുനിയുന്നില്ല. തന്ത്രിയെ പെടുത്തിയതാണ് തീർച്ചയായിട്ടും. ഈ റിപ്പോർട്ടും പ്രകാരം നമുക്കതല്ലേ അറിയൂ. നമുക്ക് പുറത്തു വന്ന റിപ്പോർട്ടും പ്രകാരം തീർച്ചയായിട്ടും അത് പെടുത്തിയത് തന്നെയാണെന്നാണ് അനുമാനം. തന്ത്രിക്ക് വീഴ്ചയില്ല എന്ന് തന്നെയല്ലേ? തന്ത്രിക്ക് യാതൊരു വിധത്തിലും വീഴ്ചയില്ല. ഇപ്പോഴത്തെ നമ്മളുടെ അറിവും പ്രകാരം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് യാതൊരു തരത്തിലും വീഴ്ചയില്ല. ഈ അന്വേഷണം പല ഘട്ടങ്ങളിലേക്ക്, പല തരത്തിലേക്ക്, പ്രത്യേകിച്ച് മന്ത്രിമാരുൾപ്പെടെ, കടകംപള്ളി ഉൾപ്പെടെ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് എത്തിയ അന്വേഷണമാണ് ഇപ്പോൾ. അത് പിന്നീട് ഒന്നും ഉണ്ടായില്ല. ഇതിലേക്ക് വരുന്നതും ഈ തന്ത്രി ഇപ്പോൾ അറസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ല, അത് അത്തരം
ഒരു പരാമർശങ്ങളൊന്നും നമ്മൾ മന്ത്രിമാരെ ചോദ്യം ചെയ്തു, അതേപോലെ തന്നെയാണ് തന്ത്രിയും ചോദ്യം ചെയ്തു. പക്ഷേ മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, തന്ത്രി അറസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ ഒരു സംരക്ഷണം ഉള്ളിടത്ത് ആ സംരക്ഷണം അതിലും കിട്ടിയിരിക്കുന്നു. ഇത് തന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംരക്ഷണവും ഒരു സ്ഥലത്തു നിന്നും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ഇത് വെളിപ്പെട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷേ ഇതൊരു സാധാ പോലീസല്ല അന്വേഷിക്കുന്നത്. ഹൈക്കോടതി നിയോഗിച്ച, ഹൈക്കോടതിയുടെ മേൽനോട്ടം വഹിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. സാധാ പോലീസായാലും SIT ആയാലും കോടതി നിശ്ചയിച്ചതായാലും എല്ലാവരും നിയമത്തിൻ്റെ കണ്ണിലും അതുപോലെ നീതിയുടെ ന്യായത്തിൻ്റെയും കണ്ണിലും അല്ലേ കാര്യങ്ങൾ നിൽക്കേണ്ടത്. അതിനല്ല എന്ന് തോന്നുമ്പോഴാണല്ലോ അതങ്ങനെ. നിരീക്ഷണം ശരിയല്ലെന്നാണ് പറയുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണം വരുന്നല്ലേ ഉള്ളൂ, റിപ്പോർട്ട് കൊടുക്കുന്നല്ലേ ഉള്ളൂ, അപ്പോഴല്ലേ അവർ നിരീക്ഷിക്കുകയുള്ളൂ. ഇന്നലെ നടന്നത് ഹൈക്കോടതി കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് സമർപ്പിച്ച റിപ്പോർട്ട് വരെ ശരിയാണെന്നുള്ള അല്ലെങ്കിൽ തൃപ്തികരമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതെ, അത് കണ്ടിട്ടാണല്ലോ മിനിഞ്ഞാന്നത്തെ ഒരു പേപ്പർ റിപ്പോർട്ട് കണ്ടതും നമ്മളൊക്കെ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. ആ പേപ്പർ റിപ്പോർട്ടും പ്രകാരം അദ്ദേഹം ഉൾപ്പെടെ നമുക്ക് അദ്ദേഹത്തെ വളരെ അടുപ്പമുള്ള ആളാണ്. അതിന് മുമ്പ് ഒരു ആരോപണം, ഒരു വാജിവാഹനം അവിടുന്ന് കൊണ്ടുപോയത് തിരിച്ചെടുക്കണമെന്നൊരു റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ കൂടി അദ്ദേഹത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. വാജിവാഹനം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രത്തിൻ്റെയും ധ്വജത്തിൻ്റെ മേൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹമാണ്. ആ വിഗ്രഹം ഒരു ധ്വജം മാറി പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അത് ഉപയുക്തമായിട്ട് മാറുന്നു. ആ ഉപയുക്തം അതാത് എന്താ പറയുക, ഈ ക്ഷേത്ര ഉടമസ്ഥർ അവർ അത് ആചാര്യന് ദക്ഷിണയായിട്ട് നൽകുന്ന കാര്യമാണ്. അത് എന്താ പറയുക, നമ്മുടെ തന്ത്രശാസ്ത്ര വിധിപ്രകാരം ഉള്ള ഒരു കർമ്മമാണ്. പൊതുവെ എല്ലാവരും അത് തിരിച്ചു കൊടുക്കാറുണ്ട് ചിലർ. കാരണം ഇപ്പോഴത്തെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അവസ്ഥ മോശമാണ്. ആ ഒരു കാര്യം കൂടെ അവിടെ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുനർനിർമ്മിക്കേണ്ടി വരുന്നു. ആ പുനർനിർമ്മിച്ച് പിന്നീട് അത് പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ആചാര്യൻ്റെ ഒരു എന്താ പറയുക, ഒരു യുക്തി എന്നുള്ള നിലയ്ക്ക് മാത്രം ചെയ്തു പോകുന്നതാണ്. പലപ്പോഴും ഈ വാഹനം അതാത് ആചാര്യന്മാർക്ക് ദാനമായിട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും തന്ത്രിമാരുടെ ഇല്ലങ്ങളിൽ ഇതുപോലത്തെ വാഹനങ്ങൾ ഉണ്ടാവും. അതൊന്നും പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക ഉദ്ദേശവും സാമ്പത്തികമായ ലാഭവും അതിനകത്ത്. ഇതിൽ ഇപ്പം ഹൈക്കോടതിയുടെ നേരിട്ടാണ് അവിടെ ഇത് ഭരണം നടത്തുന്നത്. അപ്പോൾ ഹൈക്കോടതി നിയോഗിച്ച ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, തന്ത്രി ഉണ്ടായിരുന്നു. ഇവരെല്ലാം അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഇവരെല്ലാം സ്വാഭാവികമായിട്ട് ഇപ്പം നാളെ SIT മറ്റാരെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാൽ പോലും ഒരു അന്വേഷണമില്ലാതെ ചുമ്മാ അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞു, രാഷ്ട്രീയ നീക്കം നടത്തി എന്നുള്ളൊരു പരാമർശം തന്ത്രിസമാജത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. ഇങ്ങനെയൊക്കെ പെട്ടുപോയതാണ്, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. മറ്റൊരാൾ ഇതിന് ചുക്കാൻ പിടിച്ചു എന്നൊക്കെ നമുക്ക് പറയാനുള്ള അറിവില്ല. നമുക്ക് ഈ പേപ്പറിൽ കാണുന്നതും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതും മാത്രമേ നമ്മളെ സംബന്ധിച്ച്. തന്ത്രി ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നമ്മളുടെ അറിവ് വെച്ചിട്ട് അദ്ദേഹം നിരപരാധി തന്നെയാണ്. തെറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് ആ തന്ത്രി എന്നല്ല, ഏത് തന്ത്രിമാരായാലും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമസഹായം ഉൾപ്പെടെ തന്ത്രിക്ക് കൊടുക്കുമോ നിങ്ങളുടെ സമാജം? തീർച്ചയായിട്ടും നമ്മളുടെ മെമ്പറാണ്, ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഞങ്ങളുടെ മെമ്പർ തന്നെയാണ്. അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. പക്ഷേ അദ്ദേഹം യാതൊരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമാവുന്നത് വരെ. ഒരുപക്ഷെ നീണ്ടുപോകും, കാരണം വർഷങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ ഈ കോടതിയിൽ വിധിവിധാനങ്ങളൊക്കെ വരാൻ. അല്ല, അതുവരെ നമ്മൾ നിന്നല്ലേ പറ്റുള്ളൂ. അത് ഏത് വ്യവഹാരത്തിനും അങ്ങനെയല്ലേ. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വലിയ പ്രതിഷേധമൊന്നും ഉയരുന്നില്ല സാധാരണ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അത് വിലയിരുത്തുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഡെയിലി തന്നെ ഒരാളെക്കുറിച്ചോ ആയിരങ്ങളെക്കുറിച്ചോ പറയുന്നുണ്ട്. ഇത് മുഴുവൻ വിലയിരുത്തി നമ്മൾ അതാണ് ശരി ഇതാണ് തെറ്റ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രതിപാദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മളത് നോക്കാറില്ല. ഈ അറസ്റ്റിന് ശേഷം ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ബന്ധപ്പെട്ടില്ല. ദേവസ്വം മന്ത്രിയോ? ഇല്ല, ആരും ബന്ധപ്പെട്ടില്ല. രാഷ്ട്രീയ കക്ഷികളോ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ഒരാളും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു പിന്തുണ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ പിന്തുണ തേടിയിട്ടുമില്ല. പിന്തുണ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കോണ്ടാക്ട്സ് ഉള്ളത്, നമുക്ക് കോണ്ടാക്ട് ദേവന്മാരുമായിട്ടേ ഉള്ളൂ. നമുക്ക് ദേവന്മാരും ദേവിമാരുമായിട്ടുള്ള കോണ്ടാക്ട്സ് മാത്രമേ ഉള്ളൂ. അവർ ഞങ്ങളെ രക്ഷിക്കും തീർച്ചയായിട്ടും. ഇങ്ങനൊരു സ്വർണം അവിടുന്ന് എടുക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ദേവപ്രശ്നം വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ക്ഷേത്രങ്ങളിൽ തൊട്ടുപണികൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ആവശ്യം വരും. അതിനൊന്നും ദേവപ്രശ്നം വെക്കാറില്ല. ദേവപ്രശ്നം വരുന്നതിന് ആവശ്യമായിട്ടുള്ള
സൂചനകൾ അവിടെ ക്ഷേത്രത്തിൽ ഉണ്ടാവണം. അത് തന്ത്രിക്ക് ബോധ്യം വരണം. എന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ആരാണോ ആ ഉടമസ്ഥരും കൂടി നിശ്ചയിക്കുകയാണ്, ആലോചിച്ചിട്ട് മാത്രമേ ഒരു അവിടെയാണ് ഒരു ചോദ്യം. അതായത് തന്ത്രിയും ദേവസ്വം ബോർഡും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അനുജ്ഞ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അനുജ്ഞയുടെ കാര്യത്തിൽ അത് കൃത്യമായി ദേവസ്വം ബോർഡിനെ അറിയിക്കുമോ? അങ്ങനെ അറിയിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ല, ആ ക്ഷേത്രത്തിലെ ഈ പറഞ്ഞ തൊട്ടുപണിക്ക് ആവശ്യമായ ഒരവസ്ഥ വന്നിട്ടുണ്ട് എന്ന് തന്ത്രി അങ്ങോട്ട് ബോധ്യപ്പെടുത്തുകയല്ല ഉണ്ടായേ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അത് മാറേണ്ടതുണ്ട്. അവിടെ കളർ വ്യത്യാസമുണ്ട്, ചെളുക്കമുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നേരെയാക്കണം. ആ നേരെയാക്കുന്നതിനുള്ള അനുജ്ഞ തരണം എന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. സത്യത്തിൽ അവിടെ എന്താ നടന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഈ ഒരു കാര്യം, ഈ കേസ് അന്വേഷണം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയത് പല പേരുകൾ അറസ്റ്റിലായി, പത്മകുമാർ ഉൾപ്പെടെ അറസ്റ്റിലായി. അതുവരെയുള്ള അന്വേഷണം തൃപ്തികരമാണെന്ന് തോന്നുന്നുണ്ടോ? അത് കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോയതെന്ന് അതുപോലും നമുക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് പേപ്പറിൽ സാധാരണ ഒരു ജനത്തിന് മനസ്സിലാവുന്നത് പോലെ നമ്മളും അത് കൊള്ളാം എന്ന് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 100% നമ്മൾ അതിനകത്ത് പൂർണ്ണ വിശ്വാസമാണ്. തന്ത്രി അറസ്റ്റിലായപ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നി അല്ലേ? തീർച്ചയായിട്ടും തന്ത്രി അറസ്റ്റിലായപ്പം ഇനി തന്ത്രി കോടതിയുടെ മുമ്പ് വരികയും തന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലൊരു ക്രൈമായി ബന്ധമുണ്ടെന്ന് വരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളും അതിനകത്ത് വിശ്വസിച്ചേ പറ്റുള്ളൂ കോടതിയുടെ മുമ്പിലത്തെ കാര്യം. ഇതിപ്പോൾ കോടതി ഇടപെട്ടിട്ടില്ലല്ലോ ഓൾറെഡി. കോടതി ഇടപെടുമ്പോഴല്ലേ അതിന്റെ നിജസ്ഥിതി മനസ്സിലാവുള്ളൂ. കോടതിയെ പരിഗണിച്ച് കഴിഞ്ഞാൽ എന്ത് പറയുന്നു നോക്കുന്നു. തീർച്ചയായും ഈ നിലവിലെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് യാതൊരു വിധത്തിലും. കാരണം ഇത് അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഒട്ടുമുക്കാൽ തന്ത്രിമാരെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. കാരണം അനുജ്ഞ കൊടുക്കുന്നു. അനുജ്ഞ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കൊത്തോ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് പിരിയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പണി എങ്ങനെ വേണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു, അവിടുന്ന് പോകുന്നു എന്നുള്ളതല്ലാതെ തന്ത്രിമാരൊക്കെ അതിൻ്റെ ആ പണികൾ എങ്ങനെ നടക്കുന്നു എന്ന് വിലയിരുത്തുകയോ അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊന്നും അതിനകത്തൊന്നും ഇടപെടാൻ പറ്റില്ല. ഒരു ദിവസം 3 അമ്പലത്തിലെ അനുജ്ഞ കൊടുക്കേണ്ടി വന്നാൽ ഈ 3 അമ്പലത്തിലെയും നിരീക്ഷിക്കാൻ സാധിക്കും ഒരു മനുഷ്യനല്ലേ? ശരി.